السلام عليكم ورحمة الله. لا تأكل لحم أخيك ميتا. 10ാം ക്ലാസ്സിലെ തസ്കിയ 4ാമത്തെ പാഠം നമുക്കൊന്ന് വായിക്കാം. അറബി മലയാള സഹിതം തന്നെ വായിക്കാം. പഠിച്ച റബ്ബ് കബൂലാക്കട്ടെ. جاء رجل الأسلمي إلى رسول الله صلى الله عليه وسلم فشهد على نفسه بالزنا 4 شهادات. അസ്ലമി കുടുംബത്തിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നുകൊണ്ട് 4 തവണ ആവർത്തിച്ചു പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. ففي كل ذلك كان رسول الله صلى الله عليه وسلم يعيذ عنه ولكنه لم يرجع عن إقراره. ഓരോ പ്രാവശ്യവും അദ്ദേഹം പറയുമ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു, ഒന്നും പറഞ്ഞില്ല. وقال أريد أن تطهرني فأمر به أن يرجم فرجم والرجم هو العقوبة في الإسلام للزاني المحسن. കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം തിരിഞ്ഞു കളഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, നബിയെ, അങ്ങനെ ശുദ്ധീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലണം. പരിശുദ്ധ ഇസ്ലാമിൽ വിവാഹിതനായി വിചാരിക്കുള്ള ശിക്ഷയാണ് എറിഞ്ഞുകൊല്ലുക എന്നത്. അങ്ങനെ കാര്യം പറയപ്പെട്ടതുപോലെ അദ്ദേഹത്തെ എറിയപ്പെട്ടു. അപ്പോൾ ഒരു അൻസ്വാരി കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, എന്താ അല്ലേ ഇയാൾ നോക്കിയ നീ, അയാള് ഒരു പാപം ചെയ്ത് പടച്ച റബ്ബത് മറച്ചു വെച്ചു, പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല. നായെ എറിഞ്ഞു കൊല്ലപ്പെടുന്നത് പോലെ അദ്ദേഹത്തെ എറിഞ്ഞു കൊന്നല്ലോ. ഇതെന്ന് പറഞ്ഞപ്പോ فسكت رسول الله صلى الله عليه وسلم ولم يقل لهما شيئا. തിരുദൂതർ ഒന്നും പറഞ്ഞില്ല, നിശബ്ദനായിരുന്നു. ثم لما مر بجيفة حمار قال أين فلان وفلان كلا من جيفة هذا الحمار. അല്പം കഴിഞ്ഞ് അവരങ്ങ് നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൈതശവത്തിന്റെ അരികെ നടന്നുപോയി. അവിടുന്ന് വിളിച്ചു, എവിടെ അയാളും എവിടെ? ഈ കൈതയുടെ മാംസം തിന്നട്ടെ. എന്നിട്ട് പറഞ്ഞു, അല്പം മുമ്പ് ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ, അത് ഈ ശവം തിന്നുന്നതിനേക്കാളൊക്കെ ഗൗരവമുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ, എന്നെ നിയന്ത്രിക്കുന്ന പടച്ച റബ്ബാണ് സത്യം, അദ്ദേഹം ഈ സമയം സ്വർഗപ്പുഴകളിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു, സ്വർഗപ്പുഴകളിൽ നീന്തിക്കളിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങളെ, അടുത്ത ഭാഗത്തിലേക്ക്, 2ാം ഭാഗത്തിലേക്ക് പോകാം. قال أنس بن مالك رضي الله عنه أمر النبي صلى الله عليه وسلم بصوم وقال لا يفطرن أحد منكم حتى آذن له. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളാരും ഞാൻ പറയാണ് നോമ്പിനെ മുറിക്കരുത്, നോമ്പ് തുറക്കരുത്. حتى أمسوا فجعل الرجل يجيء يستأذنه بالإفطار
അങ്ങനെ ഓരോരുത്തരും വരുന്നു, നബിയോട് സമ്മതം ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം നൽകുന്നു. حتى جاءه رجل يستأذنه بالإفطار لفتاتين تستحيان أن تؤتيا. അങ്ങനെ അതാ ഒരാളിങ്ങനെ വരുന്നുണ്ട്. അദ്ദേഹം വരുന്നത് നബി തങ്ങൾക്ക് വന്നുകൊണ്ട് സമ്മതം ചോദിക്കാൻ മടിക്കുന്ന രണ്ട് യുവതികൾക്ക് വേണ്ടി സമ്മതം അന്വേഷിച്ചിട്ടാണ്. فأعرض النبي صلى الله عليه وسلم عنه ثم عابده فأعرض عنه ثم عابده فأعرض عنه. അങ്ങനെ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു. അയാൾ പിന്നെയും മടങ്ങി വന്നു, അപ്പോഴും തിരിഞ്ഞു കളഞ്ഞു, പിന്നെയും മടങ്ങി വന്നു. അപ്പോൾ അയാളെ കൊള്ള നോക്കാതെ തിരിഞ്ഞുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹുമാ ലം തസൂമാ വകൈഫ സ്വാമ മൻ വല്ലഹ യൗമ യകുലുഹും അന്നാസ്. ആ രണ്ട് യുവതികളും നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. എങ്ങനെയാണ് മനുഷ്യന്റെ മാംസം ഭക്ഷിക്കുന്നവർ നോമ്പുകാരനാവുക? ഇദ്ഹബ് ഫമുറുഹുമാ ഇൻ കാനതാ സ്വാഇബതൈനി ഫൽതതഖയ്യ فقاءت كل واحدة علقة من دم. فقاءت كل واحدة علقة دم. ഓരോ പെണ്ണും ഇങ്ങനെ നീ അവരെക്കുള്ള പോകണം, എന്നിട്ട് അവരോട് പറയാൻ, നിങ്ങൾ നോമ്പുകാരായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പാത്രത്തിലേക്ക് ഛർദിക്കണോ. ഓരോ പെണ്ണും ഛർദിച്ചത് ഓരോ രക്തക്കട്ടകളാണ്. فقال صلى الله عليه وسلم الذي نفسي بيده لو بقيتا في بطونهما لأكلتهما بقيتا لو بقيتا. ആ രണ്ട് രക്തക്കട്ടയും ആ യുവതികളുടെ വയറ്റിൽ ശേഷിക്കുകയാണെങ്കിൽ, ബാക്കി വരികയാണെങ്കിൽ അവരെ നരകം തിന്നുമായിരുന്നു. അവിടുത്തെ മോചിതത്ത് കൊണ്ട് അവിടുന്ന് പുറത്തു തള്ളിയതാണ്. അതല്ല എങ്കിൽ അത് അവരെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രക്തമായി അവിടെ കടന്നിരുന്നേനെ കേട്ടോ. മൂന്നാമത്തെ ഭാഗം പറയാം. മൂന്നാമത്തെ ഭാഗം എന്താ? സത്യവിശ്വാസികളെ, ബഹുഭൂരിപക്ഷം വിചാരങ്ങളും നിങ്ങൾ അറ്റിവെക്കണം, വെടിയണം. എന്തുകൊണ്ട്? ഇന്നതാകുന്ന ഒരുപാട് ഭാവനകൾ തീർച്ചയായും കുറ്റമാണ്, ഊഹങ്ങൾ കുറ്റങ്ങളാണ്. പല തജസ്സൂ, നിങ്ങൾ ചാരപ്രവൃത്തി നടത്തരുത്. നിങ്ങൾ ചിലരെ കുറിച്ച് പരദൂഷണം പറയരുത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, അയുഹിബ്ബു അഹദുക്കും അയഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു. നിങ്ങൾ ആരെങ്കിലും തന്റെ മരിച്ച സഹോദരന്റെ മാംസം ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുവോ? ഇല്ല എന്നതല്ലേ. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം. അല്ലാഹുവിനെ സൂക്ഷിക്കുക, തീർച്ചയായും അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ്. പ്രസ്ഥാനത്തിലെ വെച്ചും പറയുന്നു, ആരെക്കുറിച്ചും പരദൂഷണം പറയരുത്. പണ്ഡിതന്മാരെ കാലത്തിൽ പ്രത്യേകിച്ച് അബദ്ധവശാൽ പോലും അരുത് കേട്ടോ. കാരണം അവരുടെ മാംസം വിഷതുല്യമാണ്. അബദ്ധത്തിൽ പോലും പണ്ഡിതന്മാരെ കുറിച്ച് പരദൂഷണം പറയല്ല. മറന്നിട്ടാണെങ്കിലും
നീ വിഷം ഭക്ഷിച്ചാൽ തീർച്ചയായും വിഷം നീ അറിയില്ലാണ്ട് അവരെ ഭക്ഷിച്ചാലും നിനക്ക് ഫോണ് വന്ന് ശ്രദ്ധെത്തിപ്പോയതാ. അതിങ്ങനെ മാറ്റിയപ്പോ തെറ്റിപ്പോയതാണ്. തീർച്ചയായും വിഷം നീ അറിയില്ലാണ്ട് അതിനെ ഭക്ഷിച്ചാലും നിന്റെ ശരീരത്തിൽ നാശം സംഭവിക്കും. ഞാൻ ബാക്കി പറയാം. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ തിരയുന്നതിന് മുമ്പ് നിന്റെ കുറ്റങ്ങൾ നീ അന്വേഷിക്കൂ. ജനങ്ങളിൽ ആരെങ്കിലും കുറ്റങ്ങളിൽ നിന്ന് സുരക്ഷിതരായിട്ടുണ്ടോ എന്ന് എന്നോട് പറയൂ. ഇല്ലല്ലോ, എല്ലാ കുറ്റങ്ങളുണ്ടാകും. മുറിവുകളിൽ മാത്രം വന്നിരിക്കുന്ന ഈച്ചയെ പോലെ നീ ആകരുത്. ശരീരത്തിലെ ആരോഗ്യമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി മുറിവുകൾ മാത്രം തേടിപ്പിടിക്കുന്ന ഈച്ച. ഇതിന്റെ മലയാളമാണ് ഇങ്ങനെയുണ്ട്. അത് എല്ലാവർക്കും ഇല്ല. അത് ഇപ്പം അറബി ചെയ്താൽ പ്രയാസമുള്ളവർക്ക് ഉണ്ടാവും. നിങ്ങളുള്ളത് ഉണ്ടാവുമല്ലോ, മടിയന്മാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രയാസം എഴുതേണ്ടി വരും. കാരണം നമുക്കത് വായിക്കാളൊന്നും കഴിയില്ല. വീഡിയോ അങ്ങനെ കൂടി പോകും. അൽഹംദുലില്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനേ.